ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസുമായിട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സാമൂഹിക സേവനമാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില്ല എന്ന ഈ സംഘടനയുമായിട്ട് കോളേജ് ഒരു പുതിയ സഹകരണത്തിൻ്റെതായ ഒരു പാത വെട്ടിത്തെളിച്ചിരിക്കുകയാണ്. NSSന്റെ 7-day ക്യാമ്പ് ഈ ഓഗസ്റ്റ് 24 to 30 കരകുളത്ത് ചില്ല എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫാമിൽ വെച്ച് നടന്നു. നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ചില്ലയ്ക്ക് വേണ്ടി അവരുടെ വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവർക്കൊരു മൾട്ടിപർപ്പസ് സ്റ്റഡി ഹാൾ നിർമ്മിച്ചു കൊടുക്കുക എന്നായിരുന്നു. പെറ്റ് ബോട്ടിൽ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഒരു സ്റ്റഡി ഹാൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. പെറ്റ് ബോട്ടിൽ കൺസ്ട്രക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് 1 ലിറ്റർ മിനറൽ വാട്ടർ ബോട്ടിൽസിൽ മണ്ണ് നിറച്ചിട്ട് അതിനെ കോമ്പാക്ട് ചെയ്ത് അത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിക്സിന് പകരം ഈ മണ്ണ് നിറച്ച പെറ്റ് ബോട്ടിൽസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പെറ്റ് ബോട്ടിൽ കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോഴത്തെ NSSന്റെ ഒരു മോട്ടോ എന്ന് പറയുമ്പോൾ വേസ്റ്റ് ഈസ് വെൽത്ത് എന്നാണ്. ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും പ്രാക്ടിക്കലി കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് വേസ്റ്റിനെ വെൽത്ത് ആക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം കൂടിയാണ്. ഇനി രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്കോ ഫ്രണ്ട്ലിനെസ് തന്നെയാണ്. അത് പ്രത്യേകിച്ചും എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് വേറൊരു മാനം കൂടിയുണ്ട്. അവരവരുടെ എക്സ്പെർട്ടൈസ് സാമൂഹ്യ മാറ്റത്തിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തിയുണ്ട്. മൂന്നാമതായിട്ട് എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അവരിതിനെ ഒരു റിസർച്ച് രീതിയിൽ ഇതിനെ കാണുന്നുണ്ട്. പുതിയ തരത്തിലുള്ള കെട്ടിട നിർമ്മാണ രീതി അവരതിനെ അവരുടെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പഠിച്ച ക്ലാസ് റൂമുകളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് പറ്റിയ രീതിയിൽ ഇണങ്ങുന്ന രീതിയിൽ ഏറ്റവും ഇക്കണോമിക്കലായിട്ട് ഏത് തരത്തിൽ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പെറ്റ് ബോട്ടിൽസ് ഞങ്ങളിപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ അടുത്തു നിന്നാണ് പ്രൊക്യൂർ ചെയ്ത് 80 പൈസ പെർ ബോട്ടിൽ എന്ന് പറഞ്ഞ റേറ്റിൽ. മണ്ണെന്ന് പറയുന്നത് അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന മണ്ണാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലിവിങ് സ്ട്രക്ചറായിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചില്ല എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിലാണ്. ഒരു സ്റ്റുഡൻസ് ഹോമാണ്. അവിടെ ഒരു മൾട്ടിപർപ്പസ് സ്റ്റഡി ഹാളാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിനൊരു ബ്രിക്കിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ ഇങ്ങനെ വച്ച് അതിൻ്റെ ഇടയ്ക്ക് മോട്ടാറായിട്ട് യൂസ് ചെയ്യുന്നത് സോയിൽ തന്നെയാണ്, മഡാണ്. മഡും സിമെൻറ്റും 1:10 റേഷ്യോയിൽ എടുത്തിട്ട് ആണ് ചെയ്യുന്നത്. നമ്മൾ 4 ഫീറ്റിൽ ഒരു വോൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ബാംബുയുടെ റോഡ് വെച്ചിട്ട് ഒരു എസ്തെറ്റിക് അപ്പീലും കൂടാതെ വെളിച്ചവും കാറ്റുമൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.